ഇന്നത്തെ ക്ലാസ് 8th സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ ചാപ്റ്ററായ തുല്യ ത്രികോണങ്ങൾ പാർട്ട് 2 രണ്ട് വശങ്ങളും ഒരു കോണും. ഇവിടെ ത്രികോണം എ ബി സിയിൽ എ ബി സമം 5 സെൻറ്റിമീറ്റർ, എ സി സമം 7 സെൻറ്റിമീറ്റർ, കോൺ എ സമം 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഈ അളവുള്ള ഒരു ത്രികോണം എങ്ങനെ നിർമ്മിക്കാം? ഇവിടെ എ ബി 5 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ കോൺ എ സമം 50 ഡിഗ്രിയാണ്. ഇവിടെ 50 ഡിഗ്രി കോൺ അടയാളപ്പെടുത്തി എയിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ എടുത്ത് സി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. സിയിൽ നിന്ന് ബിയിലേക്ക് യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന ത്രികോണം എ ബി സമം 5 സെൻറ്റിമീറ്റർ, എ സി സമം 7 സെൻറ്റിമീറ്റർ, കോൺ എ സമം 50. ഈ അളവിലുള്ള ത്രികോണം എ ബി സി ആയിരിക്കും. ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട്. ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ. എ ബി സിയിൽ എ ബി സമം 7 സെൻറ്റിമീറ്റർ, എ സി സമം 5 സെൻറ്റിമീറ്റർ, കോൺ എ സമം 40 ഡിഗ്രി. ഇവിടെ ത്രികോണം പി ക്യു ആറിൽ പി ക്യു 7 സെൻറ്റിമീറ്റർ, ക്യു ആർ സമം 5 സെൻറ്റിമീറ്റർ, കോൺ ക്യു സമം 40 ഡിഗ്രി. എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ തമ്മിലുള്ള ബന്ധം, അതായത് അതിൻ്റെ പ്രത്യേകത, ഇവിടെ ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണം, അതായത് ഈ രണ്ട് വശങ്ങൾ ചേർന്ന് വരുന്ന കോണാണ് കോൺ എ, അത് 40 ഡിഗ്രി. ഇവിടെ ത്രികോണം പി ക്യു ആറിൽ എ ബി സമം 7 സെൻറ്റിമീറ്ററാണ്, പി ക്യു സമം 7 സെൻറ്റിമീറ്റർ, എ സി സമം 5 സെൻറ്റിമീറ്റർ, ഇവിടെ ക്യു ആർ സമം 5 സെൻറ്റിമീറ്റർ, കോൺ എ സമം 40 ഡിഗ്രി, ക്യു സമം 40 ഡിഗ്രി. എങ്കിൽ ഈ രണ്ടും തമ്മിലുള്ള ബന്ധം, ഇവിടെ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും, അതായത് ത്രികോണം പി ക്യു ആറിൽ ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും തുല്യമാണ്. എങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിരിക്കും. അവയുടെ മൂന്നാമത്തെ വശവും തുല്യമാണ്, മറ്റ് രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആരമുള്ള രണ്ട് വൃത്തങ്ങൾ വരച്ച് ആ വൃത്തത്തിൽ ഓരോന്നിലും ഓരോ ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ. ഇവിടെ ആരം 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ബി സി 3 സെൻറ്റിമീറ്റർ, എ ബി സമം 5 സെൻറ്റിമീറ്ററാണ്, ഈ കോൺ 30 ഡിഗ്രി. ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ഇവിടെ രണ്ട് വശങ്ങളും ഒരു കോണും ഈ രണ്ട് ത്രികോണത്തിൻ്റെ തുല്യമാണ്, അതായത് ഇത് 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, ഇവിടെ 5, 3, ഈ കോൺ 30, 30. പക്ഷേ ഈ രണ്ട് ത്രികോണങ്ങൾ സർവസമ ത്രികോണങ്ങളാണോ, അതായത് തുല്യ ത്രികോണങ്ങളാണോ? ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളല്ല. കാരണം ഇവിടെ രണ്ട് ത്രികോണങ്ങൾ, അതായത് രണ്ട് വശങ്ങളും ഒരു കോണും സമമായി വരുന്ന രണ്ട് ത്രികോണങ്ങൾ തുല്യമാവണമെങ്കിൽ ഏതെല്ലാം വശങ്ങളാണോ തുല്യമായി വരുന്നത് അവ ചേർന്ന് വരുന്ന കോണുകൾ തുല്യമാണെങ്കിൽ മാത്രമേ ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാവുകയുള്ളൂ. അടുത്തത് ടെക്സ്റ്റിലെ പേജ് നമ്പർ 15-ലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക. ഇവിടെ ഒരു ജോഡി ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ. എ ബി സമം 3 സെൻറ്റിമീറ്റർ, ഇവിടെ ക്യു ആർ സമം 3 സെൻറ്റിമീറ്റർ, എ സി സമം 7 സെൻറ്റിമീറ്റർ, ഇവിടെ പി ക്യു സമം 7 സെൻറ്റിമീറ്റർ, കോൺ എ സമം 40, ക്യു സമം 40. എങ്കിൽ ഈ രണ്ട് വശങ്ങളും ഈ രണ്ട് വശങ്ങളോട് തുല്യമാണ്, കോൺ എക്ക് തുല്യമാണ് ഇത്. അപ്പോൾ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും രണ്ട് ത്രികോണങ്ങളുടെയും തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. ഇവിടെ ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ എന്നിവയിൽ എ ബി സമം ക്യു ആർ, എ സി സമം ക്യു പി, കോൺ എ സമം കോൺ ക്യു. എങ്കിൽ ത്രികോണം എ ബി സി സമം ത്രികോണം പി ക്യു ആർ. ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. എ ബി സമം ക്യു ആർ, എ ബി സമം ക്യു ആർ ആണ്. എ ബി 3 സെൻറ്റിമീറ്റർ ആണ്, എ ബിക്കെതിരെയുള്ള കോൺ സി ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ക്യു ആർ ആണ്, ഇതിനെതിരെയുള്ള കോൺ പി ആണ്. എങ്കിൽ കോൺ സി സമം കോൺ പി.
കോൺ സി സമം കോൺ പി. അടുത്ത് ഇവിടെ എ സി സമം 7 സെൻറ്റിമീറ്റർ, പി ക്യു സമം 7 സെൻറ്റിമീറ്റർ. എ സിക്ക് എതിരെയുള്ള കോണാണ് കോൺ ബി. അപ്പോൾ കോൺ ബി സമം ഇവിടെ എ സി 7 സെൻറ്റിമീറ്റർ, പി ക്യു 7 സെൻറ്റിമീറ്റർ. അപ്പോൾ 7 സെൻറ്റിമീറ്ററിന് എതിരെയുള്ള കോണാണ് ബി, ഇവിടെ 7 സെൻറ്റിമീറ്ററിന് എതിരെയുള്ള കോണാണ് ആർ. കോൺ ബി സമം കോൺ ആർ. അടുത്തത് ഇവിടെ ഒരു ജോഡി ത്രികോണങ്ങളുണ്ട്. ത്രികോണം എൽ എം എൻ, ത്രികോണം എക്സ് വൈ സെഡ്. ഇവിടെ ഈ ത്രികോണത്തിൽ എൽ എം 6 സെൻറ്റിമീറ്റർ, എൽ എൻ 4 സെൻറ്റിമീറ്റർ, കോൺ എൽ സമം 50. ഇവിടെ കോൺ സെഡ് സമം 50, സെഡ് വൈ സമം 6 സെൻറ്റിമീറ്റർ, സെഡ് എക്സ് സമം 4 സെൻറ്റിമീറ്റർ. എങ്കിൽ ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും തുല്യമാണ്. എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ത്രികോണം എൽ എം എൻ, ത്രികോണം സെഡ് വൈ എക്സ് എന്നിവയിൽ എൽ എം സമം സെഡ് വൈ, എൽ എൻ സമം സെഡ് എക്സ്, കോൺ എൽ സമം കോൺ സെഡ്. എങ്കിൽ ത്രികോണം എൽ എം എൻ സമം ത്രികോണം സെഡ് വൈ എക്സ്. എങ്കിൽ ഇവിടെ ഈ രണ്ട് വശങ്ങൾ ചേർന്ന് വരുന്ന കോണും ഈ രണ്ട് വശങ്ങൾ ചേർന്ന് വരുന്ന കോണും രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്. എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായിരിക്കും. എങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ എൻ എന്നുള്ളത് എൽ എൻ, അതായത് 6 സെൻറ്റിമീറ്റർ വശത്തിനെതിരെയുള്ള കോണാണ് എൻ. എങ്കിൽ കോൺ എൻ സമം ഇവിടെ 6 സെൻറ്റിമീറ്റർ വശം സെഡ് വൈ ആണ്, ഇതിനെതിരെയുള്ള കോൺ എക്സ് ആണ്. അപ്പോൾ കോൺ എൻ സമം കോൺ എക്സ്. അടുത്ത് എം. എം എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ വശത്തിനെതിരെയുള്ള കോണാണ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ വശത്തിനെതിരെയുള്ള കോൺ വൈ ആണ്. ഇവിടെ കോൺ എം സമം കോൺ വൈ. ഇവിടെ തുല്യ കോണുകൾ കോൺ എൻ സമം കോൺ എക്സ്, കോൺ എം സമം കോൺ വൈ. രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ എ സി ബി ഇവ സമാന്തര വരകളാണ്. ബി സി ഡി എന്നീ വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? ബി സി ഡി എന്നീ വരകൾ സമാന്തരമാണോ? എന്തുകൊണ്ട്? ഇവിടെ ത്രികോണം എ ബി സി, ത്രികോണം ബി ഡി ഇ, ഈ രണ്ട് ത്രികോണങ്ങളിൽ എ സി ബി സമാന്തരമാണ്, ബി സി ഡി ഇ തുല്യ നീളമുള്ളവയാണോ, ഇവ സമാന്തരമാണോ എന്നാണ് കാണേണ്ടത്. ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങളിൽ ത്രികോണം എ ബി സി, ത്രികോണം ബി ഡി ഇ, ഈ രണ്ട് ത്രികോണങ്ങളിൽ എ ബി സമം എ ബി 4 സെൻറ്റിമീറ്റർ ആണ്, ബി ഡി 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ബി സമം ബി ഡി. ഇവിടെ എ സി സമം 6 സെൻറ്റിമീറ്റർ ആണ്, ബി ഇ സമം 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ സി സമം ബി ഇ. ഇവിടെ ഈ രണ്ട് കോണുകൾ, അതായത് എ സി ബി ഇ എന്നിവ സമാന്തരമാണ്. ഈ സമാന്തര രേഖകളെ എ ഡി എന്ന വര ഗണ്ണിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന സമാന കോണുകളാണ് കോൺ എയും ബി, അതായത് കോൺ സി എ ബി, കോൺ ഇ ബി ഡി. അപ്പോൾ ഇവിടെ സമാന കോണുകൾ തുല്യമാണ്, അതായത് കോൺ സി എ ബി സമം കോൺ ഇ ബി ഡി, സമാന കോണുകൾ. എങ്കിൽ ഇവിടെ ത്രികോണം എ ബി സി സമം ത്രികോണം ബി ഡി ഇ. ഇവിടെ
ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ, അതായത് ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും തുല്യമാണ് എങ്കിൽ, ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എങ്കിൽ അവയുടെ മൂന്നാമത്തെ വശങ്ങൾ, അതായത് ബി സി ഡി എന്നിവ തുല്യമാണ്. അതുകൊണ്ട് ബി സി സമം ഡി ഇ. ഇനി ഇവിടെ ഈ ബി സി സമം ഡി ഇ, ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ട് തുല്യ വശങ്ങൾ, അതായത് സമാന വശങ്ങൾ തുല്യമാണ്. ബി സി ഡി ഇ തുല്യമാണ്. ഇനി ഇത് രണ്ടും സമാന്തരമാണോ എന്നറിയണമെങ്കിൽ ഇവിടെ ഈ രണ്ട് വരകളെ എ ഡി എന്ന രേഖ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന സമാന കോണുകളാണ് ഈ രണ്ട് കോണുകൾ. അതായത് എ ബി സി കോൺ ബി ഡി ഇ. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അതായത് ഈ രണ്ട് വരകളെ ഇത് കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന സമാന കോണുകളാണിത്. ഇത് രണ്ടും തുല്യമാണ് എങ്കിൽ ഈ രണ്ടെണ്ണം, അതായത് ബി സി ഡി ഇ എന്നിവ സമാന്തരങ്ങളാണ്. അപ്പോൾ ഇവിടെ ത്രികോണം എ ബി സി ത്രികോണം ബി ഡി ഇയിൽ ബി സി സമം ഡി ഇ, ഇവിടെ കോൺ എ ബി സി സമം കോൺ ബി ഡി ഇ. അതായത് കോൺ എ ബി സി കോൺ ബി ഡി ഇ തുല്യമാണ്. ഈ രണ്ട് കോണുകൾ ഈ രണ്ട് വരകളെ എ ഡി എന്ന രേഖ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന സമാന കോണുകളാണ് എങ്കിൽ ബി സി ഡി എന്നിവ സമാന്തരങ്ങളാണ്. ഇത് സമാന കോണുകൾ എങ്കിൽ ബി സി ഡി എന്നിവ സമാന്തരങ്ങളാണ്. അടുത്ത മൂന്നാമത്തേത്, ചിത്രത്തിൽ എ സി ബി ഡി സാമാന്തരികമാണോ, എന്തുകൊണ്ട്? ഇവിടെ ചിത്രം, അതായത് ചതുർഭുജമുണ്ട് എ സി ബി ഡി, ഇത് സാമാന്തരികമാണോ, എന്തുകൊണ്ട്? ഇത് സാമാന്തരികമാവണമെങ്കിൽ രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമാണെങ്കിൽ, അതായത് ഇതും സമാന്തരമാണ്, ഇതും സമാന്തരമാണെങ്കിൽ എ സി ബി ഡി സാമാന്തരികമായിരിക്കും. എങ്കിൽ ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾ എടുക്കുക. ത്രികോണം എ സി ബി ത്രികോണം ബി ഡി എ എന്നിവയിൽ ഈ രണ്ട് ത്രികോണങ്ങളിൽ ഇവിടെ എ സി സമം ബി ഡി, അതായത് ഇത് 6 സെൻറ്റിമീറ്ററാണ്, ഇത് 6 സെൻറ്റിമീറ്ററാണ്. അടുത്ത എ ബി സമം എ ബി, ഈ രണ്ട് ത്രികോണങ്ങൾക്കും എ ബി പൊതുവായിട്ടുള്ള വശമാണ്. എ ബി സമം എ ബി. അടുത്ത് ഈ രണ്ട് കോണുകൾ 35 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ കോൺ സി എ ബി സമം 35 ഡിഗ്രി. ഇവിടെ ഡി ബി എ കോൺ ഡി ബി എ തുല്യമാണ് എങ്കിൽ, അതായത് ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും തുല്യമാണ് എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായിരിക്കും. ത്രികോണം എ സി ബി സമം ത്രികോണം ബി ഡി എ. ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്. ഇവിടെ ത്രികോണം എ സി ബി സമം ത്രികോണം ബി ഡി എ, ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അവയുടെ ഈ രണ്ട് ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും, അതായത് എ ഡി ബി സി തുല്യമായിരിക്കും. അതായത് എ ഡി സമം ബി സി. ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാകുമ്പോൾ ഇതേ സമയം ഇതേ സമയം ഇത്, അപ്പോൾ രണ്ട് ജോഡി എതിർവശങ്ങളും തുല്യമാണ്. ഇനി ഇത് സാമാന്തരികമാവണമെങ്കിൽ രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട്, അതായത് ചതുർഭുജം എ സി ബി ഡി സാമാന്തരികമാണ് എങ്കിൽ ഇവിടെ എ ഡി ബി സി ഈ രണ്ട് രേഖകൾ എടുക്കുമ്പോൾ ഈ രണ്ട് രേഖകളെ എ ബി എന്ന ഈ വശം അല്ലെങ്കിൽ എ ബി എന്ന രേഖ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന മറുകോണുകളാണ് ഇതും ഇതും. അപ്പോൾ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമാണ്. പക്ഷേ ഇത് മറുകോണുകളാണ് ഈ രണ്ട് രേഖകളും
ഈ എ ബിയും പരിഗണിക്കുമ്പോൾ ഇത് രണ്ടും മറുകോണുകളാണ്. ഈ രണ്ട് കോണും മറുകോണാണ്, തുല്യമാണ് എങ്കിൽ ഈ രണ്ട് വരകൾ അതായത് എ ഡി ബി സി സമാന്തരമാണ്. അതേപോലെ ഈ രണ്ട് വരകളെ എ ബി കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന രണ്ട് കോണുകളാണ്, അതായത് മറുകോണുകളാണ് ഇതും ഇതും മറുകോണുകളാണ്. ആ മറുകോണുകൾ തുല്യമാണെങ്കിൽ ഇതും രണ്ടും സമാന്തരമാണ്. അപ്പോൾ രണ്ട് ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ്. അപ്പോൾ എ സി ബി ഡി സാമാന്തരികമാണ്. ഇവിടെ കോൺ സി എ ബി കോൺ സി എ ബി കോൺ ഡി ബി എ മറുകോണുകളാണ്. ഈ രണ്ട് കോണുകൾ മറുകോണുകളാണ്. ഇവ സി എ ബി സമം ഡി ബി എ ആണ്. ഈ രണ്ട് കോണുകൾ മറുകോണുകളാണ്. ഈ രണ്ട് കോണുകൾ തുല്യമാണ് എങ്കിൽ, അതായത് സി എ ബി ഡി ബി എ ഈ രണ്ട് കോണുകൾ തുല്യമാകുമ്പോൾ, അതായത് സി എ ബി ഡി ബി എ ഈ രണ്ട് കോണുകൾ തുല്യമാണ്, മറുകോണുകളാണ് എങ്കിൽ ഈ എ സി ഡി ബി എന്നിവ എ സി ഡി ബി സമാന്തരമാണ്. കോൺ ഡി എ ബി കോൺ ഡി എ ബി കോൺ സി ബി എ ഇത് രണ്ടും മറുകോണുകൾ ആണ്. കോൺ ഡി എ ബി സമം കോൺ സി ബി എ, അതായത് ഡി എ ബി സി ബി എ മറുകോണുകളാണ്. ഇവ രണ്ടും തുല്യമാണ്. അതായത് ഡി എ ബി സി ബി എ ഈ രണ്ട് കോണുകൾ തുല്യമാണ്. ഇവ മറുകോണുകളാണ്. മറുകോണുകൾ തുല്യമാണെങ്കിൽ ഇവിടെ എ ഡി ബി സി സമാന്തരമാണ്. ഇവിടെ എ സി ഡി ബി സമാന്തരമാണ്, എ ഡി ബി സി സമാന്തരമാണ്. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായതുകൊണ്ട് അതുകൊണ്ട് ചതുർഭുജം എ സി ബി ഡി സമാന്തരികമാണ്. അടുത്ത നാലാമത്തേത്, ചിത്രത്തിൽ എ ബി എന്ന വരയുടെ മധ്യബിന്ദുവാണ് എം. ത്രികോണ എ ബി സിയിലെ മറ്റു രണ്ട് കോണുകൾ കണക്കാക്കുക. ഇവിടെ ത്രികോണ എ ബി സി ഉണ്ട്. എ ബിയുടെ മധ്യബിന്ദുവാണ് എം. സിയിൽ നിന്ന് എമ്മിലേക്ക് ഒരു ലംബം വരച്ചിരിക്കുന്നു. അതായത് ഈ കോൺ 90 ഡിഗ്രിയാണ് എങ്കിൽ ത്രികോണ എ ബി സിയിലെ മറ്റു കോണുകൾ കാണുക. അതായത് എ ബി സി എ തന്നിട്ടുണ്ട്, ബിയും സിയും കാണണം. എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എക്ക് സമാണ് ബി എങ്കിൽ സിയുടെ കാണാം. എങ്കിൽ ത്രികോണം എ എം സി ത്രികോണം ബി എം സിയിൽ ഈ രണ്ട് ത്രികോണങ്ങളിൽ എ ബിയുടെ മധ്യബിന്ദുവാണ് എം എങ്കിൽ ഇത് രണ്ടും തുല്യമാണ്. എ എം സമം ബി എം. ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ് ഈ സി എം അല്ലെങ്കിൽ ഇവിടെ എം സി. അപ്പോൾ എം സി സമം എം സി, അതായത് ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഇത് 90 ഡിഗ്രിയാണ് എങ്കിൽ ഇതും 90 ഡിഗ്രിയാണ്. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. കോൺ എ എം സി സമം കോൺ ബി എം സി എങ്കിൽ ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും ഈ രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും തുല്യമാണ് എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായിരിക്കും. ത്രികോണം എ എം സി സമം ത്രികോണം ബി എം സി എങ്കിൽ അതുകൊണ്ട് കോൺ എ സമം കോൺ ബി. കോൺ എ സമം 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുകൊണ്ട് കോൺ ബി സമം 50 ഡിഗ്രി. അപ്പോൾ ഇവിടെ കോൺ എ സമം 50 ബി സമം 50 എങ്കിൽ
ത്രികോണം എ ബി സി 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നതുകൊണ്ട് സി സമം, അതായത് കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. ഇത് 50 പ്ലസ് 50 പ്ലസ് കോൺ സി സമം 180. ഇത് പ്ലസ് ചെയ്താൽ 100 പ്ലസ് കോൺ സി സമം 180. കോൺ സി സമം 180 മൈനസ് 100 സമം 80. കോൺ സി സമം 80. അതായത് കോൺ ബി സമം 50, കോൺ സി സമം 80 ഡിഗ്രി. അടുത്തത് 5ാമത്തെ ചോദ്യം. ചുവടെ കാണുന്ന ചിത്രത്തിൽ എ ബി സി ഡി എന്നീ വശങ്ങൾ സമാന്തരമാണ്. എ ബിയുടെ മധ്യബിന്ദുവാണ് എം. ത്രികോണം എ എം ഡി, ത്രികോണം എം ബി സി, ത്രികോണം ഡി സി എം ഇവയിലെ കോണുകളെല്ലാം കണക്കാക്കുക. എ എം സി ഡി, ബി എം സി ഡി എന്നീ ചതുർഭുജങ്ങളുടെ സവിശേഷതകൾ എന്താണ്? ഇവിടെ ചിത്രത്തിൽ എ ബി സമാന്തരം സി ഡി, ഇത് സമാന്തരമാണ്. എ ബിയുടെ മധ്യബിന്ദുവാണ് എം. ഇത് 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ വീതം. ഇത് 6 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ ഇവിടെ 3 ത്രികോണങ്ങളുണ്ട്. എ എം ഡി, ഇവിടെ എം ഡി സി, എം സി ബി, ഇങ്ങനെ ഈ 3 ത്രികോണങ്ങൾ. ഈ 3 ത്രികോണങ്ങളിലെ എല്ലാ കോണുകളും കാണുക. ചതുർഭുജം എ എം സി ഡി, ചതുർഭുജം എം ബി സി ഡി ഇവയുടെ പ്രത്യേകത എന്ത് എങ്കിൽ, ആദ്യം ഈ ഓരോ ത്രികോണങ്ങളിലെ കോണുകളുടെ അളവുകൾ കാണാൻ ഇവിടെ കോൺ, അതായത് ത്രികോണം, ഈ 2 ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ, അതായത് ത്രികോണം എ ഡി എം, ത്രികോണം എ ഡി എം, ഇവിടെ സി ഡി എം, ത്രികോണം സി ഡി എം, ഈ 2 ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ എ എം സമം ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ സി ഡി 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ എം സമം സി ഡി. ഈ 2 ത്രികോണങ്ങൾക്ക് പൊതുവായിട്ടുള്ള വശമാണ് ഡി എം. ഇവിടെ ഡി എം സമം ഡി എം. അപ്പോൾ ഇവിടെ ഈ 2 ത്രികോണങ്ങളിൽ 2 വശങ്ങൾ, ഇതും ഇതും, ഇത് ഒരേ 2 ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ്. അപ്പോൾ ഇവിടെ 2 വശങ്ങൾ തുല്യമാണ് എങ്കിൽ ഇവ നിർണ്ണയിക്കുന്ന കോൺ, അതായത് ഇതും ഇതും, എ ബി സമാന്തരം സി ഡി, ഇത് സമാന്തരമാണ് എങ്കിൽ ഈ സമാന്തര വരകളെ ഡി എം എന്ന ഈ വര കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന മറുകോണുകളാണ് ഈ 2 കോണുകൾ. ഇവ മറുകോണ് സമാന്തരമാണെങ്കിൽ മറുകോണുകൾ തുല്യമാണ് എങ്കിൽ ഈ 2 കോണുകൾ തുല്യമാണ്. അതായത് കോൺ സി ഡി എം സമം കോൺ എ എം ഡി. അതുകൊണ്ട് ത്രികോണം എ ഡി എം സമം ത്രികോണം സി ഡി എം. ഈ 2 ത്രികോണങ്ങൾ തുല്യമാവുമ്പോൾ, അതായത് ഈ 2 വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും ഈ 2 വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും തുല്യമാണ് എങ്കിൽ ഈ 2 ത്രികോണങ്ങൾ തുല്യമാണ് എങ്കിൽ ഇവയുടെ സമാന വശങ്ങൾ, അതായത് മൂന്നാമത്തെ വശം തുല്യമാണ്, മറ്റ് 2 കോണുകൾ തുല്യമായിരിക്കും എങ്കിൽ ഇവിടെ കോൺ ഡി എ എം സമം ഡി എ എം സമം കോൺ ഡി സി എം. അടുത്ത് കോൺ എ ഡി എം സമം കോൺ സി എം ഡി. അടുത്ത് കോൺ സി ഡി എം സമം കോൺ എ എം ഡി. അടുത്തത് ഇവിടെ ഈ 2 ത്രികോണങ്ങൾ തുല്യമാണെന്ന് കണ്ടു, അവയിലെ സമാന കോണുകൾ തുല്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത് ഈ 2 ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ, അതായത് ത്രികോണം സി ഡി എം, ത്രികോണം എം ബി സി,
അതായത് ഈ രണ്ട് ത്രികോണങ്ങളിൽ ഇവിടെ 6 സെൻറ്റിമീറ്ററാണ്, ഇത് 6 സെൻറ്റിമീറ്ററാണ്. സി ഡി സമം, അതായത് ത്രികോണം സി ഡി എം, ത്രികോണം എം ബി സി, ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ സി ഡി സമം 6 സെൻറ്റിമീറ്ററാണ്, ഇവിടെ എം ബി സമം 6 സെൻറ്റിമീറ്ററാണ്. എം ബി, സി ഡി സമം എം ബി. അതുപോലെ ഈ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ് എം സി. എം സി സമം എം സി. എങ്കിൽ ഈ രണ്ട് വശങ്ങളും ചേർന്ന് വരുന്ന കോണാണ് ഇതും ഇതും. അതായത് കോൺ ഡി സി എം സമം ഡി സി എം സമം ബി എം സി. കോൺ ബി എം സി, അതായത് ഇവ സമാന്തരമാണ്. എ ബി സി ഡി ഇത് സമാന്തരമാണ്. ഈ സമാന്തര രേഖകളെ സി എം അല്ലെങ്കിൽ എം സി എന്ന രേഖ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന മറുകോണുകളാണ് ഈ രണ്ട് കോണുകൾ. അപ്പോൾ ഇവിടെ ഡി സി എം സമം ബി എം സി സമാന്തരമാണ് എങ്കിൽ മറുകോണുകൾ തുല്യമായിരിക്കും. എങ്കിൽ ത്രികോണം സി ഡി എം സമം ത്രികോണം എം ബി സി. ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായതിൽ ഉള്ള സമാന കോണുകളാണ് ഈ മൂന്നെണ്ണം. അതേപോലെ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായതിൽ ഉണ്ടാകുന്ന സമാന കോണുകൾ സി ഡി എം കോൺ സി ഡി എം സമം സി ഡി എം എന്ന കോണിന് തുല്യമാണ് കോൺ എം ബി സി. കോൺ എം ബി സി. ഇവിടെ കോൺ ഡി സി എം സമം കോൺ ഡി സി എം സമം കോൺ ബി എം സി. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അതേപോലെ ഡി സി എം, ഈ രണ്ട് കോണുകൾ തുല്യമാണ് എങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അതായത് ഡി എം സി കോൺ ഡി എം സി സമം കോൺ ബി സി എം കോൺ ബി സി എം. ഇങ്ങനെ ഈ മൂന്ന് ത്രികോണങ്ങളിലെയും സമാന കോണുകളാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഓരോ കോണിൻ്റെയും അളവ് കൂടെ നോക്കാം. ഇവിടെ ഈ ത്രികോണത്തിന് സമാണ് ഇത്, ഇതിന് സമാണ് ഇത്. അപ്പോൾ ഈ മൂന്ന് ത്രികോണങ്ങൾ തുല്യമാണ് എങ്കിൽ ഈ മൂന്ന് ത്രികോണത്തിലെയും തുല്യ ത്രികോണങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇവയുടെ അളവുകൾ നോക്കാം. അതായത് ഡി എ എം ഇവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ കോൺ ഡി എ എം ഇത് 40 ആണെങ്കിൽ ഇതിന് തുല്യമാണ് ഡി സി എം. ഡി സി എം എങ്കിൽ കോൺ ഡി എ എം സമം കോൺ ഡി സി എം. ഇവിടെ ഡി എ എം കോൺ ഡി എ എം സമം 40 ഡിഗ്രി തന്നിട്ടുണ്ട് എങ്കിൽ കോൺ ഡി സി എം സമം 40 ഡിഗ്രി. ഡി സി എം ഇത് 40 ഡിഗ്രി. അടുത്തത് ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അതായത് എം ബി സി കോൺ എം ബി സി, അതായത് സി ഡി എം സമം എം ബി സി. കോൺ സി ഡി എം സമം കോൺ എം ബി സി. എം ബി സി സമം 60. കോൺ എം ബി സി സമം 60 എങ്കിൽ കോൺ സി ഡി എം സമം 60 ഡിഗ്രി. സി ഡി എം 60. ഇവിടെ ഇത് 60, ഇത് 40. ഇവിടെ സി ഡി എം ഇത് രണ്ടും മറുകോണുകളാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ സി ഡി എം സമം എ എം ഡി. സി ഡി എം സമം എ എം ഡി. ഈ രണ്ട് കോണുകൾ മറുകോണുകളാണ്. അപ്പോൾ ഇത് 60 എങ്കിൽ ഇത് 60. കോൺ സി ഡി എം സമം കോൺ എ എം ഡി. സി ഡി എം സമം 60 ആണ്. 60 എങ്കിൽ കോൺ
AMD സമം 60 ഡിഗ്രി. അടുത്തത് കോൺ AMD, ഇത് 60. അടുത്തത് ഈ രണ്ട് കോണുകൾ മറുകോണുകളാണ്. ഇത് 40 എങ്കിൽ ഇത് 40. അതായത് DCM, കോൺ DCM സമം BMC, കോൺ DCM സമം BMC, കോൺ BMC. ഇവിടെ DCM 40 ഡിഗ്രി, കോൺ DCM സമം 40 ഡിഗ്രി. അതുകൊണ്ട് കോൺ BMC സമം 40 ഡിഗ്രി. BMC 40. അടുത്തത് ഇവിടെ ഈ ത്രികോണത്തിൽ ഈ രണ്ട് കോണുകൾ 40, 60 ആണ്. ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ 180 ആണ് എങ്കിൽ ഈ കോൺ 80 ഡിഗ്രിയാണ്. അതായത് ഇത് 40, 60, 100, ഇത് 80. കോൺ ADM സമം 80 ഡിഗ്രി. അടുത്തത് കോൺ ADM സമം 80. ഇവിടെ ADM സമം CMD. ഇത് 80 എങ്കിൽ ഇത് 80. കാരണം ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്. ഇവിടെ ഇത് 80 ഡിഗ്രി എങ്കിൽ ഇത് സമാന കോണുകളാണ്. അതായത് ADM എന്ന ഈ കോണിന് സമമാണ് CMD. ADM സമം CMD. കോൺ ADM സമം കോൺ CMD. ഇവിടെ ADM 80. ADM സമം 80 ഡിഗ്രിയാണ് എങ്കിൽ കോൺ CMD സമം 80 ഡിഗ്രി. CMD 80 ഡിഗ്രി. ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ ഇതും സമാന കോണുകളാണ്. അതായത് DMC സമം BCM. ഇവിടെ കോൺ DMC സമം കോൺ BCM. ഇവിടെ DMC സമം 80, കോൺ DMC സമം 80. ഇവിടെ കോൺ BCM സമം 80 ഡിഗ്രി. ഇവിടെ ഈ 3 ത്രികോണങ്ങളിലെയും എല്ലാ കോണുകളും, അതായത് 40, 60, 80, 80, 40, ഇത് 80, ഇത് തുല്യമാണ് 80 ഡിഗ്രി. ഇങ്ങനെ ഈ 3 ത്രികോണത്തിലെയും എല്ലാ കോണുകളും കാണാം. ഇവിടെ ഈ ചിത്രത്തിൽ ചതുർഭുജം AMCD, ചതുർഭുജം MBCD, ഈ രണ്ട് ചതുർഭുജങ്ങളുടെ പ്രത്യേകത എന്തെന്ന് നോക്കാം. ഇവിടെ ഈ രണ്ട് വശങ്ങൾ സമാന്തരമാണ്. ഈ രണ്ട് വശങ്ങൾ സമാന്തരമാണെങ്കിൽ ഇത് സാമാന്തരികമായിരിക്കും. അതുപോലെ ഇത് സമാന്തരമാണെങ്കിൽ സാമാന്തരികമായിരിക്കും. എങ്കിൽ ഇവിടെ ഈ രണ്ട് കോണുകൾ, അതായത് ഈ രണ്ട് വരകളെ DM എന്ന വര കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന മറുകോണുകളാണിത്. അത് തുല്യമാണ്. മറുകോണുകൾ തുല്യമാണെങ്കിൽ സമാന്തരമായിരിക്കും. അപ്പോൾ ഇവിടെ കോൺ ADM കോൺ CMD മറുകോണുകൾ, അതായത് ഈ രണ്ട് കോണുകൾ മറുകോണുകളാണ്. കൂടാതെ കോൺ ADM സമം കോൺ CMD. അതുകൊണ്ട് ADMC എന്നിവ സമാന്തരമാണ്. അതുകൊണ്ട് ചതുർഭുജം AMCD സാമാന്തരികമാണ്. അടുത്തത് ചതുർഭുജം MBCD. ഇതിൽ ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ ഇവിടെ ഇത് സമാന്തരമാണെങ്കിൽ ചതുർഭുജം സാമാന്തരികമാണ്. ഇത് സമാന്തരമാവണമെങ്കിൽ ഈ രണ്ട് രേഖകളെ MC എന്ന വര കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന മറുകോണുകളാണ് ഇത് രണ്ടും. അതായത് BCM DMC
ഈ രണ്ട് കോണുകൾ മറുകോണുകളാണ്, ഈ രണ്ട് കോണുകൾ തുല്യമാണ് എങ്കിൽ മറുകോണുകൾ തുല്യമാണെങ്കിൽ അവ സമാന്തരമായിരിക്കും. ഇവിടെ കോൺ BCM DMC, കോൺ DMC മറുകോണുകളാണ്. കൂടാതെ കോൺ BCM സമം കോൺ DMC, അതായത് ഈ രണ്ട് വരകളെ പരിഗണിക്കുമ്പോൾ MC കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന മറുകോണുകളാണ് ഇത് രണ്ടും. ആ മറുകോണുകൾ തുല്യമാണ്. മറുകോണുകൾ തുല്യമാണെങ്കിൽ ഇവ സമാന്തരമായിരിക്കും. അതുകൊണ്ട് DMBC എന്നിവ സമാന്തരമാണ്. ഇത് സമാന്തരമാണെങ്കിൽ ഇത് സമാന്തരമാണ്, ഇത് സമാന്തരമാണ്. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായതുകൊണ്ട് ചതുർഭുജം MBCD സാമാന്തരികമാണ്.